ഹലോ, വെൽക്കം ബാക്ക്. ഐഷുവാണ് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ഫ്രഷ് ആവാനായിട്ട് കയറിയിട്ടുണ്ട്. ഹേസുട്ടൻ രാവിലെ എൻ്റെ കൂടെ എഴുന്നേറ്റിട്ടില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് പോയിട്ട് ഇന്ന് ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ദോശ മാവൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ ചമ്മന്തി കറി കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഉമ്മച്ചീൻ്റെ ഒരു സ്പെഷ്യൽ ഞാൻ പിടിച്ചതാണ്. ഉമ്മച്ചി ഇതേപോലെ വെള്ള കളറിലല്ല, കുറച്ച് പച്ച കളറിൽ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഒരുപാട് ഇട്ടിട്ട് ചമ്മന്തി കറി ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ്. ഞാനതിൽ കുറച്ച് ഇമ്പ്രൂവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മണിപ്പോലം പുളി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെയാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന്. അപ്പോൾ നല്ല എരിവുള്ള, കാണാനൊക്കെ നല്ല മൊഞ്ചുള്ള ഒരു ചമ്മന്തി കറി ഉണ്ടാക്കി. ചായക്ക് കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ദോശ ചുട്ടുകൊണ്ട് നിന്നപ്പോൾ തന്നെ ഹേസുട്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ഫ്രഷ് ആവാൻ കയറിയത് കൊണ്ട് ഇറങ്ങുന്ന ആ ഒരു ടൈമിലായിരുന്നു ഹേസുട്ട് ഉണർന്നത്. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അങ്ങ് മാനേജ് ചെയ്തു. അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓടുന്നുണ്ടായിരുന്നു, ഡ്രസ്സൊന്നും ഇടാൻ സമ്മതിക്കാത്തത് കൊണ്ട്. പിന്നെ ഫുഡൊക്കെ കൊണ്ടു കൊടുത്തു. ഹേസുട്ടനെ വെച്ചുകൊണ്ടിരുന്ന് കഴിച്ചേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഒട്ടും സമ്മതിക്കാണ്ടായപ്പോൾ ഞാൻ ഹേസുട്ടിനെ കൈമാറി ഗൈസ്. അതിനുശേഷം കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെ കയ്യിൽ തന്ന സമയത്ത് നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ പറഞ്ഞു അവൻ്റെ കാറെടുത്ത് അതിനകത്തിരുന്ന് കളിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് കുഴപ്പമില്ലാണ്ടിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ പോകുന്ന കണ്ടപ്പോൾ വീണ്ടും കരച്ചിലായിരുന്നു, വെളിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നേരം കിടന്ന് കരഞ്ഞപ്പോൾ പുറത്തോട്ട് ഇറക്കാനായിട്ട് പോയി കേട്ടോ. ഇപ്പോൾ ലിഫ്റ്റ് കയറിയാൽ ഭയങ്കര കരച്ചിലാണ്. അതുകൊണ്ട് ഇപ്പോൾ സ്റ്റെപ്പ് വഴിയാണ് പോകുന്നത്. അതിനുശേഷം ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അകത്ത് കയറാനായിട്ട് നോക്കിയപ്പോൾ വീണ്ടും കരച്ചിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഒന്ന് പുറത്ത് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് കതവ് തുറന്നപ്പോൾ നല്ല സന്തോഷമായി. ഇപ്പോൾ 2 ദിവസമായിട്ടുള്ള ശീലമാണ് പാൻറ് ഇടാനേ സമ്മതിക്കില്ല കേട്ടോ. രാത്രിയിൽ ഭയങ്കര കരച്ചിലാണ് പാൻറ്റൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഉറങ്ങുന്ന സമയത്തായിരിക്കും ഇട്ട് കൊടുക്കുന്നത്. ഉണർന്നു കഴിഞ്ഞിട്ട് പാൻറ്റാണ് ആളിട്ടേക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെ പിടിച്ചുകൊണ്ട് നടക്കുന്നത് കാണാനായിട്ട് നല്ല രസമാണ്. പിന്നെ നാട്ടിൽ നിന്ന് നമ്മുടെ നിനോഷ് വന്നിട്ടുണ്ട്. ഇക്കാടെ കസിനാണ്. അപ്പോൾ ആൾ വന്ന സമയത്ത് കുറച്ച് ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ഡ്രസ്സും പിന്നെ ബേക്കറി ഐറ്റംസൊക്കെ. അങ്ങനെ എല്ലാ ഐറ്റംസൊക്കെ കൊണ്ടുവച്ചപ്പോൾ അച്ചപ്പത്തിന് ആദ്യമേ കയറി പിടിച്ചങ്ങനെ അച്ചപ്പം ഞാൻ പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ബേക്കറി ഐറ്റംസൊക്കെ പറക്കിയെടുത്തോണ്ട് വന്ന് ഞാൻ നമ്മുടെ ബക്കറ്റിലൊക്കെ വെച്ചു. ബക്കറ്റ് ഇടയ്ക്കിടയ്ക്ക് വന്ന് തുറക്കും കേട്ടോ. എവിടെയൊക്കെയാണ് ഇരിക്കുന്നതെന്ന് അറിയാവേ. നമ്മൾ പണ്ട് ഉമ്മച്ചി ഇതേപോലെ ബേക്കറിയൊക്കെ കൊണ്ടുവയ്ക്കുന്നത് എവിടെയാണെന്ന് നോക്കി നിൽക്കുന്ന പോലെ ഹേസുട്ടനിപ്പോൾ അതിൻ്റെ പിറകെ വരും, ഇത് എവിടെയാണ് വെക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ബക്കറ്റിലൊക്കെ വെച്ച് ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ നേരെ കിച്ചണിൽ വന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. എല്ലാം ചടപടയായിരുന്നു എല്ലാം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഹേസുട്ടനും കൂടെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ പോയതിന് ശേഷം സമയമുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഫുഡ് മാത്രം മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. ബാക്കിയെല്ലാം പെട്ടെന്ന് അവിടെ ഇവിടേക്ക് ആക്കി അങ്ങിടും. അപ്പോൾ നന്നായിട്ട് ഒതുക്കാനുണ്ടാവും. സത്യം പറഞ്ഞാൽ പിന്നീട് കിച്ചണിൽ കയറാൻ തോന്നില്ല, അമ്മാതിരി പണി ചെയ്തിടുവേ. പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഇപ്പുറത്തെ സിങ്കും കാര്യങ്ങളും വൃത്തിയാക്കിയില്ല കേട്ടോ. അതിനിപ്പോൾ ഹേസുട്ടിന് കുറുക്കൊക്കെ കാച്ചണം. എനിക്കുള്ള ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചേ. കാരണം ഇന്നലെ രാത്രിയിലൊന്നും കഴിക്കാത്തതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. രാത്രിയിൽ ലേറ്റ് ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ വലുതായിട്ട് വിശക്കത്തില്ല. പക്ഷേ രാത്രിയിൽ കഴിക്കാനിട്ടോ നേരത്തെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് രാവിലെ നല്ല വിശക്കും. അല്ലെങ്കിൽ ഹേസുട്ട് നല്ല ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല വിശപ്പാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ആകെ 3 എണ്ണം കണ്ടേ കൊടുത്തത്. അത് തന്നെ 2 എണ്ണം മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണം ബാക്കി വെച്ചത് കൊണ്ട് ബാക്കി അതുകൂടി കഴിച്ചിട്ടുണ്ടായിരുന്നേ. ചമ്മന്തി നല്ല ടേസ്റ്റായിരുന്നു. ഇതിൽ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ എന്താണ് ഞാൻ പറഞ്ഞ പോലെ ഒരു കുഞ്ഞ് ഇമ്മിനിപ്പൂലം പുളി കൂടി ചേർത്തിട്ട് അരച്ചെടുക്കണം കേട്ടോ. തേങ്ങയും കൂടെ ചേർത്തിട്ട് ചെറിയ ഉള്ളിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് അരച്ചിട്ട് കടുക്, ചെറിയ ഉള്ളി, വറ്റൽമുളക് ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കടുവറുത്ത് അതിലേക്ക് ചമ്മന്തിക്കറി ഒഴിച്ച് കൊടുക്കണം. ഒരുപാട് ചൂടാവാൻ നിൽക്കരുത്, തിളയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കല്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടാവുക, ആ ഒരു ചട്ടിയുടെ ചൂടുണ്ടാവും. അതിനുശേഷം ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും. നല്ല എരിവുള്ള പച്ചമുളക് ഇടണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. സത്യം പറഞ്ഞാൽ നല്ല തട്ട് ദോശ പോലെ ഇരിക്കുന്ന ദോശയുടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. ക്രിസ്പി ആയിട്ടുള്ള ദോശയുടെ കൂടെ ഈ ഒരു കോമ്പോ അത്ര നല്ലതല്ല. ഉമ്മച്ചി ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കുന്ന ടൈമിൽ ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിക്കറിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റാണ്. ഉമ്മച്ചിയുടെ ഇഡ്ഡലിയും സാമ്പാറും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഇവിടെ വരുമ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു സംഭവം അതാണ്. ഉമ്മച്ചിയുടെ വറ്റിച്ച ചാൽക്കറിയും ചോറും അതേപോലെ ഇഡ്ഡലിയും സാമ്പാറും എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ കിച്ചണിലേക്ക് വന്നു പാത്രം കഴുകാനായിട്ട്. ഒരുപാട് പാത്രം ഉണ്ടായിരുന്നു ഗൈസ്. കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചമ്മന്തിക്കറിയും ദോശയാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഇത്രയും പാത്രങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് എനിക്ക് ഒരു റീൽ ഓർമ്മ വന്നത്. കുറച്ച് നാൾ മുന്നേ ആയിട്ട് ഒരു കപ്പിളിൻ്റെ റീലാണ് കേട്ടോ. അതിൽ ഹസ്ബൻഡിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് വൈഫ് കൊണ്ട് കൊടുക്കുന്നത് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട്, നിനക്ക് വല്ല ദോശയും ചമ്മന്തിക്കറിയൊക്കെ ഉണ്ടാക്കിക്കൂടിയെന്ന്. അപ്പോൾ ആൾ പറയുന്ന ഒരു റിപ്ലൈ ഉണ്ട് ഗൈസ്. അത് കേൾക്കുന്ന സമയത്ത് നമ്മളും സ്റ്റക്കായി പോവേ. അതായത് നമ്മൾ ഓരോന്നും ചെയ്യുന്ന ഈ ദോശയും ചമ്മന്തിക്കറി എന്ന് പറയുന്നതിൻ്റെ ഇടയിൽ വരുന്ന ഓരോ പാത്രങ്ങളും മിക്സി കഴുകണം, അതേപോലെ ഓരോ സ്പൂൺ എടുക്കണം, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ച് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണല്ലോ നമ്മൾ ചെയ്യുന്നതെന്ന് ആലോചിച്ച് പോവേ. നിങ്ങൾ ആരെങ്കിലും ആ ഒരു റീൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സംഭവം അടിപൊളിയാണ്, കോമഡിയാണ്, എന്നാൽ നമുക്ക് ആലോചിക്കാനും ഉണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ അറിയുന്നുണ്ടോ, നമ്മൾ കുഞ്ഞിലേക്ക് ഉമ്മച്ചിയൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ്. നമ്മൾ വിചാരിക്കും അയ്യോ ദോശയോ പുട്ടൊക്കെ ആകുമ്പോൾ തീർന്നില്ലേ സംഭവം. പക്ഷേ ഇതിന് പിറകിൽ ഒരു സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും എന്തെല്ലാം പാത്രങ്ങൾ വേണം ഗൈസ്. അത് നമ്മൾ തന്നെ കിച്ചണൊക്കെ നോക്കേണ്ടി വരുന്നൊരു ടൈമിലാണ് നമ്മളത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് കൂടുതലും. പക്ഷേ കുഴപ്പമില്ല ഗൈസ്, പാത്രം കഴുകാനായിട്ട് എനിക്ക് വലിയ മടിയില്ല. ചില ദിവസങ്ങളിൽ ഹേസൂട്ടൻ പ്രശ്നമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വെറുത്ത് പോകുന്നൊരു പണിയും ഈ ഒരു കിച്ചൻ്റെ ഡ്യൂട്ടിയാണ്. കിച്ചണിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ളൊരു പണിയെന്ന് പറഞ്ഞാൽ പാത്രം കഴുകുന്നതല്ല കേട്ടോ, ഈ ഒരു സ്റ്റൗ വൃത്തിയാക്കുന്നതാണ്. അത് കടുക് പൊട്ടിച്ചതോ അല്ലെങ്കിൽ ദോശയോ എന്തെങ്കിലുമൊക്കെ മാവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴേ ഞാനത് വൈപ്പ് ചെയ്യാൻ നോക്കും. പക്ഷേ പെട്ടെന്ന് ഉണ്ടാക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതൊക്കെ വീണ് കിടക്കുന്ന സ്റ്റൗ അല്ലെങ്കിൽ ചായ പൊങ്ങി കിടക്കുന്ന സ്റ്റൗ ഒക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു മടുപ്പ് തോന്നും. കിച്ചണിലേക്ക് കയറാനേ തോന്നില്ല ഗൈസ്. ഈ ഇടയായിട്ട് ഞാൻ ഈ ഒരു സ്റ്റൗ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിലുള്ളൊരു പണി ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ. സംഭവം ഞാൻ നേരത്തെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇതേപോലെ സ്റ്റെയിനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിമ്മ് വെച്ചിട്ട് നന്നായിട്ട് തേച്ചൊരച്ച് കഴുകിയിട്ട് അത് കഴുകി മാറ്റിയതിന് ശേഷം വേറൊരു തുണി വെച്ചിട്ട് തുടയ്ക്കും. അത് കുറച്ച് കഴിഞ്ഞിട്ട് അത് ഉണങ്ങുന്ന സമയത്ത് വീണ്ടും ഒരു ചെറിയ സ്റ്റെയിൻ പോലെ, അതായത് ചെറിയൊരു ബ്ലർ പോലെ കാണും. അത് വീണ്ടും ഞാൻ വേറൊരു ക്ലോത്ത് വെച്ചിട്ട് അത് തുടച്ച് കളയും കേട്ടോ. അപ്പോൾ വലിയൊരു പണി തന്നെയാണ് ഈ ഒരു സ്റ്റൗ തുടയ്ക്കുന്ന പരിപാടി. ആ ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മാക്സിമം ഇങ്ങനെയുള്ള 2-3 പണികളൊക്കെ ചെയ്യുന്നത്. പക്ഷേ അതിനേക്കാൾ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാമേ. ഇതേപോലെ നന്നായിട്ട് സ്റ്റൗവിലുള്ള സ്റ്റെയിനൊക്കെ കളഞ്ഞതിന് ശേഷം വിമ്മ് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തേച്ചൊരച്ച് കഴുകുമല്ലോ. അങ്ങനെ ഉരച്ച് കഴുകിയതിന് ശേഷം ടിഷ്യൂ പേപ്പർ ഇല്ലേ, ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതേപോലെ വൈപ്പ് ചെയ്ത് കളയണം. ആ ഒരു നനവോട് കൂടി തന്നെ വൈപ്പ് ചെയ്ത് കളയണം കേട്ടോ. നല്ല രീതിയിൽ ആ ഒരു ഷൈനിങ് കിട്ടും, പുതിയ സ്റ്റൗ മാതിരി ഇരിക്കും കേട്ടോ. ഈ ഇടയ്ക്ക് ഞാൻ കണ്ടുപിടിച്ചൊരു ട്രിക്കാണ്, നമ്മൾ ക്ലോത്ത് വെച്ചിട്ട് 2-3 ക്ലോത്ത് വെച്ചിട്ട് ചെയ്താൽ പോലും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ട്രിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. നന്നായിട്ട് ആ ഒരു സ്റ്റെയിനൊക്കെ കളഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെറ്റായിട്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പുതിയ സ്റ്റൗ മാതിരി ഇരിക്കുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ആ ഒരു വിമ്മിൻ്റെ അംശം ചെറുതായിട്ടെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ തുരുമ്പിക്കാൻ കാരണമാവും. അതുകൊണ്ട് നന്നായിട്ട് ആ ഒരു വിമ്മിൻ്റെ അത് കളയണം കേട്ടോ. അപ്പോൾ കിച്ചൻ്റെ ഡ്യൂട്ടീസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ഹേസൂട്ടന് കുറുക്ക് കാച്ചണം. ഞാൻ ദോശ കഴിച്ച സമയത്ത് കുറച്ച് ദോശ കൊണ്ടുവെക്കുന്ന സമയത്ത് എടുക്കുക, അതെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനൊന്നും പറയില്ലേ. ചിലപ്പോൾ പ്ലേറ്റും കൊണ്ട് പോകും, എന്നിട്ട് തറയിലൊക്കെ കൊണ്ടുവച്ചിട്ട് അവിടെ എവിടെയൊക്കെ വാരിക്കൊണ്ടിടും. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തെങ്കിലും പ്ലേറ്റിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ തനിയെ ഇരുന്ന് കഴിക്കുമല്ലോ അല്ലേ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ ഗൈസ്, അതുകൊണ്ടാണല്ലോ പ്രശ്നം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ 5 മിനിറ്റൊന്നും വേണ്ട, അതിന് മുന്നേ ഹേസൂട്ടനുള്ള ജോലി എന്ന് പറഞ്ഞാൽ അതെല്ലാം അവിടെ ഇവിടെ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോറ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ ചോറിനെയും 2-3 പീസൊക്കെ ആക്കി ഇടുന്ന ഒരു സ്വഭാവം കിട്ടിയിട്ടുണ്ട്. മുന്നേക്കെ ആണെന്നുണ്ടെങ്കിൽ അത്ര പ്രശ്നമില്ലായിരുന്നു കേട്ടോ. ഞാൻ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ 1-2 പ്രാവശ്യമൊക്കെ വായിൽ വെച്ചിട്ട് പിന്നീട് ബഹളവും ചിരിയും കളിയൊക്കെ ആയി പോളായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഗൈസ്, ഇപ്പോൾ ഭയങ്കര കളിയായിട്ട് വന്നിരിക്കുകയാണ്. 1.5 വയസ്സായില്ലേ, അതിൻ്റെ ആ ഒരു കുറുമ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹേസൂട്ടൻ ഇന്ന് കൊടുക്കുന്നത് ഏത്തക്ക കുറുക്കിയതാണ് കേട്ടോ ഇന്ന് കൊടുക്കാൻ പോകുന്നത്. അതിൽ ഞാൻ കുറച്ച് നട്ട്സ് പൗഡറും കൂടെ ഇട്ടിട്ടുണ്ട്, പിന്നെ ഗീയും കൂടെ ഇട്ടിട്ടുണ്ട്. സിറപ്പായിട്ട് ഒഴിച്ചിട്ടുള്ളത് ഡേറ്റ് സിറപ്പാണ് കേട്ടോ. ഇത് അപ്പുറത്തെ റൂമിൽ നിന്ന് ഒരിക്ക കൊണ്ടുവന്നിട്ടുള്ളതാണ് ഹേസൂട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരുപാട് അയക്കാക്ക് എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട്. സംഭവം അതിൻ്റെ ടേസ്റ്റ് ഇത്രയും ഒന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ എന്ത് കൊടുത്താലും വല്ലാത്ത കരച്ചിലും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ തോന്നത്തില്ലേ. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ജസ്റ്റ് അവന് എന്തെങ്കിലും കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അത് ഇങ്ങനെ നാവിലിങ്ങനെ തേച്ച് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൊക്കെ കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ 2 വഴക്കൊക്കെ കൊടുത്ത് TV ഒക്കെ ഇട്ട് കൊടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ മാക്സിമം കളിപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലാം അങ്ങനെ പാടാണ് കഴിക്കാനായിട്ട്.
മധുരമൊക്കെ വെറുത്തോണ്ടിരിക്കുകയാണ്. ചില ദിവസങ്ങളിൽ മധുരം ഇതുപോലെ ഇഷ്ടമുള്ള ഒരാളില്ല, ചില ദിവസങ്ങളിൽ മധുരമുള്ള ഒന്നും ഇഷ്ടമല്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് തണുക്കുന്ന സമയം കൊണ്ട് ഞാൻ റൂം ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള ടൈം ആയിട്ടുണ്ട്. അങ്ങനെ പില്ലോ കവറും നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയതിന് ശേഷം പുതിയതിടാൻ പോവുകയാണ്. എപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് മാറ്റാനോ എന്തിനെങ്കിലും ഈ റൂമിൽ വരികയാണെന്നുണ്ടെങ്കിൽ, ഈ റൂമിലെന്നല്ല എവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പിറകെ നടക്കും. പിന്നെ ബെഡിൻ്റെ മണ്ടയിൽ കയറുക എന്നുള്ളത് മെയിനായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാൻ റൂമിലേക്ക് കയറുന്നത് കണ്ടു കഴിഞ്ഞാൽ ഓടി വന്ന് ബെഡിലാണ് കയറുന്നത്. അതിനുശേഷം അപ്പുറത്ത് കൂടി ബെഡ്ഷീറ്റ് മാറ്റാനുള്ളത് കൊണ്ട് 2 ബെഡ്ഷീറ്റ് ഞാൻ എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കുന്ന സമയത്ത് ഹീസുട്ടൻ്റെ ഓരോ കോലാഹലങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒന്നിനും സമ്മതിക്കില്ല കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ വിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ഞാൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ സൈഡിൽ നിന്ന് മാറ്റിക്കൊണ്ടേയിരിക്കും. അങ്ങനെയൊക്കെയാണ്. ലാസ്റ്റ് ഞാൻ അവനായിട്ട് അടിയാകും. ഇപ്പോൾ ബെഡിൻ്റെ അടിയിൽ നിന്ന് ആ ഒരു ബെഡ്ഷീറ്റ് മാറ്റാനായിട്ട് അറിയാവേ ഞാനിങ്ങനെ ഒതുക്കി വരുന്ന സമയത്ത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ബെഡ് മാറ്റിയിട്ട് അല്ലെങ്കിൽ വലിച്ചു കഴിഞ്ഞാൽ വരും. സൈഡിൽ ഇതേപോലെ ഞാൻ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കെട്ടിട്ട് വെച്ചിരിക്കുന്ന സമയത്ത് ഹീസുട്ട് ഇങ്ങനെ വലിക്കുന്ന സമയത്തല്ല, നമ്മൾ കിടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അതൊരു ലോക്ക് പോലെ ഇരിക്കും. വലുതായിട്ട് ഇങ്ങനെ ഊരി പോകുന്നില്ല, വലുതായിട്ടൊന്നല്ല ഊരി പോകത്തില്ല കേട്ടോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഹീസുട്ടൻ ജനിച്ചതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു ട്രിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്. കാരണം ഹീസുട്ടൻ ഇങ്ങനെ കയറി കളിക്കുന്ന സമയത്തൊക്കെ നന്നായിട്ടത് മാറിപ്പോകും. എനിക്കാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഷീറ്റ് വിരിച്ചിടാനേ ടൈം കാണുമോളെ. അങ്ങനെ ആകുമ്പോൾ ഞാൻ തന്നെ മടുത്തു പോകും. അപ്പോൾ ഈ ഒരു ട്രിക്ക് ഇവൻ ജനിച്ചതിന് ശേഷം നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണേ. അതായത് ഈ ഒരു ഓരോ കോർണറിലായിട്ട് ഓരോ കെട്ടിട്ട് കൊടുക്കണം. അതിനുശേഷം അത് ടൈറ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ 4 സൈഡിലായിട്ടും ഇങ്ങനെ കോർണറിലായിട്ട് കെട്ടിട്ടതിന് ശേഷം അകത്ത് പുൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കോപ്രായം അതിനകത്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിലും ഷീറ്റ് മാറിപ്പോകത്തില്ല കേട്ടോ. എന്തായാലും നല്ല പൊടിയുണ്ട്. ഇവിടെ പൊടിക്കാറ്റിൻ്റെ മേളയാണ്, നല്ല രീതിയിൽ പൊടിയുണ്ട്. അപ്പോൾ അതൊക്കെ പൊടിയൊക്കെ തുടച്ചതിന് ശേഷം ഇപ്പുറത്തെ റൂമിൽ വന്നു. ഇപ്പുറത്തെ റൂമിലാണെന്നുണ്ടെങ്കിൽ പിന്നെ പൊടിയുടെ കാര്യം പറയണ്ട, ഞാൻ ഈ ഒരു വിൻഡോ എപ്പോഴും തുറക്കും, അതുകൊണ്ട് നല്ല പൊടിയാണ്. അങ്ങനെ ഈ ഒരു റൂമിലെയും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റി ഇതേ നേരത്തെ കൊടുത്തിട്ടുള്ള അച്ചപ്പം അവിടെ ഇവിടെയൊക്കെ പൊട്ടിച്ചിട്ടൊക്കെയാണേ. ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അത് മാറ്റി ഓടി വന്നിട്ട് അത് നോക്കിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് വന്ന് കഴിക്കാനുള്ളതാണെന്ന്. ഇത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് കഴിക്കുക. അപ്പോൾ പാറ്റയോ എന്തെങ്കിലുമൊക്കെ കടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് വന്ന് കഴിക്കാൻ നോക്കിയോണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അതെടുത്ത് മാറ്റിയേ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതകത്താക്കും. എന്തെങ്കിലും തറയിൽ കിടക്കുന്ന സാധനങ്ങൾ കൂടുതൽ ടേസ്റ്റ് ഉള്ളതുപോലെയാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ വന്ന് ഓടി വന്ന് കഴിക്കുക. അത് പിള്ളേരങ്ങനെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. അങ്ങനെ ഈ റൂമിലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഹീസുട്ടൻ കുറുക്ക് കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. കുറച്ച് നേരം തടുക്കാനായിട്ട് വെച്ച സമയം കൊണ്ട് 2 റൂമും ഒന്ന് പറക്കി ഒതുക്കിയിട്ടുണ്ട്. ഇനി അടിച്ച് വരിയാൽ മതിയേ. അത് ഹീസുട്ടൻ കുറുക്ക് കൊടുത്തതിന് ശേഷം ആവാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ വന്നിട്ട് കുറുക്ക് കൊടുക്കാനായിട്ട് ഇരിക്കുകയാണ്. ആദ്യം ഇതേപോലെയാണ് വായ തുറക്കാനായിട്ട് ഭയങ്കര പാടാണ്, ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് കുറച്ചൊന്ന് വായിൽ വെച്ച് കൊടുക്കേ. അപ്പോൾ ടേസ്റ്റ് പിടിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സമയത്ത് ഭയങ്കര കരച്ചിലായിരിക്കും. പക്ഷേ അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അത് ഇഷ്ടമായി അല്ലെങ്കിൽ ഓക്കെ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങനെ നുണഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് എനിക്ക് മനസ്സിലാവും ഇഷ്ടപ്പെട്ടോ എന്നുള്ളത്. അപ്പോൾ ഞാൻ കയ്യിൽ തന്നെ വെച്ചിട്ട് കൊടുക്കുക. അതല്ല ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് ഇറങ്ങാനായിട്ട് നോക്കുക. പെട്ടെന്ന് ചാടി ഇറങ്ങിയിട്ട് ഒരൊറ്റ ഓട്ടം ഓടും. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് കയ്യിലൊന്നും വെച്ചിട്ട് കഴിക്കൂലെന്ന്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ടോയ്സൊക്കെ എടുത്ത് വെച്ച് കളിച്ചിട്ട് ഒളിച്ചേ കണ്ടേന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ അത് അകത്താക്കാനായിട്ട് നോക്കും. പക്ഷേ ബഹളം ഈ ബിൽഡിംഗ് മൊത്തം കേൾക്കാം. അമ്മാതിരി കരച്ചിലായിരിക്കും. ഇഷ്ടമല്ലാത്ത സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷേ ഹെൽത്ത് മിക്സോ കാര്യങ്ങളൊക്കെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് കൊടുക്കും ഗൈസ്. ഫുഡ് കൊടുക്കുന്ന കരച്ചിലായിരിക്കും. ഈ ഒരു ഫ്ലാറ്റിലുള്ളവർ ആരെങ്കിലും
വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി മനസ്സിലാക്കുക, ഫുഡ് കൊടുക്കുന്ന കരച്ചിലാണ്. അപ്പോൾ ഇന്ന് എന്തായാലും വലിയ കുഴപ്പമില്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ടേസ്റ്റ് ഞാൻ എല്ലാ ദിവസവും മാറ്റി മാറ്റി കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും ചില ദിവസങ്ങളിൽ ഭയങ്കര കരച്ചിലും കാര്യങ്ങളാണ്. ഇന്ന് എന്തോ ഭാഗ്യത്തിന് ഫുഡ് കഴിച്ചിട്ടുണ്ടേ. അപ്പോൾ സമയം 8 മണിയായിട്ടുണ്ട്. ഇക്ക പോയതിന് ശേഷം ഇങ്ങനെ സമയം പൊക്കോണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാൻ പറ്റുന്നത് എല്ലാം ഒതുക്കിയതിന് ശേഷമാണ്. അപ്പോൾ അതുവരെ ഹേസുട്ടൻ ഇങ്ങനെ ഓരോ പണികൾ തന്നുകൊണ്ടിരിക്കും. ഹേസുട്ടൻ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബോറടിയായിരുന്നു മുമ്പ്. പക്ഷേ ഇപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ആ സമയത്തായിരിക്കും ഞാൻ ഓടി വന്ന് വോയിസ് ഓവർ ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ. അതുകൊണ്ട് ഇപ്പോൾ റെസ്റ്റ് എടുക്കാനുള്ള ടൈമേ കിട്ടുന്നില്ല ഗൈസ്. നല്ല രീതിയിൽ തിരക്കാണ്. ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം നേരെ അടിച്ചു വരാനായിട്ട് വന്നിട്ടുണ്ട്. സമയം 8 മണി ആയിട്ടുള്ളേ. എങ്കിൽ പോലും നേരത്തെ എല്ലാ പണിയും തീർത്തിട്ട് ഹീസുട്ടനെ ഒന്ന് ഉറക്കിക്കഴിഞ്ഞാൽ എനിക്ക് എഡിറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ചൂട് അപാരമാണ് ഗൈസ്, ഒരു രീതിയിലും പറ്റുന്നില്ല. എ സി ഒന്നും ഇടാതിരിക്കാനേ പറ്റില്ല. എപ്പോഴും എ സി ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഹീസുട്ടൻ ഉറങ്ങുന്ന സമയത്തോ അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും റെസ്റ്റ് എടുത്തിരിക്കുന്ന സമയത്തോ ഒക്കെ ഇടാറുള്ളൂ. അല്ലാതെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. കാരണം ഇവിടെ നിന്ന് അപ്പുറത്തെ റൂമിലേക്ക്, അവിടെ നിന്ന് കിച്ചണിലേക്ക് അങ്ങനെയൊക്കെ ഉള്ള ഓട്ടോ ആയിരിക്കും. അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ നല്ല ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റൂമിൽ കട്ടൻ മാറ്റാത്തത് കൊണ്ട് വലിയ ചൂടില്ല കേട്ടോ. മറ്റേ റൂമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കിച്ചണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീ ഇട്ടിട്ട് നിൽക്കുന്ന മാതിരി ഒരു ഹ്യൂമിഡിറ്റിയാണ് കേട്ടോ. ഇവിടെ അങ്ങനത്തെ ചൂടല്ലല്ലോ നാട്ടിലെ പോലെ, ഒരു ഹ്യൂമിഡിറ്റിയാണ്. വല്ലാത്തൊരു നമ്മൾ പുഴുങ്ങിയെടുക്കുന്ന ഒരവസ്ഥ എന്നൊക്കെ പറയില്ലേ, ആ ഒരവസ്ഥയാണ്. അങ്ങനെ മുടിയൊക്കെ പുട്ടപ്പ് ചെയ്തിട്ട് ഞാൻ അടിച്ചു വരികയാണ്. ചെറിയ ചെറിയ പൊടികളും അതേപോലെ മുടിയൊക്കെയാണ് കേട്ടോ മെയിനായിട്ടുള്ളത്. ഈ ഒരു അടിച്ചു വരുന്ന ഈ ഒരു സംഭവം എനിക്ക് വാങ്ങിച്ചതിന് ശേഷം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. കാരണം ചെറിയ പൊടികൾ അതേപോലെ മുടിയും കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ട്. വെള്ളമൊക്കെ മാറ്റിയതിൻ്റെ ആ ഒരു പ്രശ്നമായിരിക്കും. പിന്നെ ഇവിടെ ക്ലോറിൻ്റെ വെള്ളമല്ലേ, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ മുടിയൊക്കെ പെട്ടെന്ന് പോവുകയും നമ്മൾ അല്ലാത്ത ഒരു ബ്രഷ് വെച്ചിട്ട് തൂക്കുന്ന സമയത്ത് അത്രയും ക്ലീൻ ആയിട്ട് വരില്ലേ. അപ്പോൾ 2-3 തവണ ഒരു സ്ഥലം വൃത്തിയാക്കിയതിന് ശേഷം 2-3 തവണ ഞാൻ വീണ്ടും അവിടെ തന്നെ ക്ലീൻ ചെയ്യേണ്ടി വരുവേ. ഇതൊരു മോപ്പ് ഉപയോഗിച്ചതിന് ശേഷം വലിയ കുഴപ്പമില്ലാണ്ട് പോവുകയാണേ. അതായത് എനിക്ക് ഇത്രയൊന്നും ഈസി ഉണ്ട്. പെട്ടെന്ന് ഇങ്ങനെ വൈപ്പ് ചെയ്യുന്നത് പോലെ എല്ലാം പെട്ടെന്ന് തന്നെ പോകുന്നുണ്ടേ. അപ്പോൾ മെഷീനിൽ ഞാൻ ഡ്രസ്സ് ഇട്ടത് കൊണ്ട് തന്നെ ഇന്ന് എന്തായാലും വിരിക്കേണ്ടി വരും. അതുകൊണ്ട് നേരത്തെ തന്നെ ഞാൻ സ്റ്റാൻഡൊക്കെ എടുത്ത് ഓക്കെ ആക്കി വെച്ചേ. അതിനുശേഷം ഹോളും കൂടെയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം കിച്ചണിലേക്ക് പോകും. കിച്ചണിൽ ഇന്ന് ഹേസുട്ടനെ ഉറക്കിയതിന് ശേഷം ഉച്ചയ്ക്കത്തെ പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചാൽ, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിനും സമ്മതിക്കില്ലേ. അപ്പോൾ ഇന്ന് എന്തായാലും രാവിലെ എഴുന്നേറ്റത് കൊണ്ടും കുറുക്കൊക്കെ കുടിച്ചത് കൊണ്ടും ഇപ്പോൾ ഉറങ്ങും എന്നുള്ള വിശ്വാസത്തിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഹോളൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം കിച്ചണിലേക്ക് ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാണ് കേട്ടോ. രാത്രി എന്തായാലും കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുമെങ്കിലും രാവിലെ നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പാറ്റയുള്ളത് വല്ലാത്തൊരു അസ്വസ്ഥതയാണ് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം 300 പ്രാവശ്യം ഓരോ ടിപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. സ്പ്രേ ഉണ്ടായിരുന്നു, പിന്നെ ഒരു മരുന്ന് പൊടി പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. സ്റ്റിക്ക് ചെയ്യുന്നൊരു സാധനം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന, ആ ഒരു സാധനം വെച്ചു. പിന്നെ ഒരു ഗൺ പോലത്തെ ഒരു ഐറ്റം ഉണ്ട്. അത് നല്ലതാണെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഹേസുട്ടനുള്ളത് കൊണ്ട് എല്ലായിടത്തും വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത് പാറ്റകൾ നന്നായിട്ട് വളരുന്നുണ്ട്. കുഞ്ഞു പാറ്റകൾ നമ്മുടെ നാട്ടിലുള്ള പോലെ 1-2 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൊന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ നാളത്തേക്ക് കാണത്തില്ല. പക്ഷേ ഇതങ്ങനെയല്ല. എന്തെങ്കിലും മരുന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 എണ്ണം മരിച്ചു കാണും. പിന്നീട് അതിൻ്റെ കൊലയാളിയെ തപ്പിയിട്ട് അതിൻ്റെ കുടുംബക്കാരെല്ലാവരും കൂടി പിറ്റേ ദിവസം വരും. ആ ഒരു അവസ്ഥയാണ് ഗൈസ്. എവിടെ നിന്നൊക്കെയോ പിന്നെ പുതിയ വെറൈറ്റിയിലുള്ള കുറേ ഐറ്റംസ് എവിടെ നിന്നെങ്കിലുമൊക്കെ വരും. ഞാൻ കൊന്നു മടുത്തു, ഒരു കൊലയാളി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്തെങ്കിലും ടിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അടിച്ചൊക്കെ വാരി കഴിയുമ്പോൾ വലിയൊരു ആശ്വാസമാണ്. അതിനുശേഷം ഞാൻ നേരെ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം നമ്മുടെ റൂമിൽ വന്ന് എ സി ഒക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം കുറച്ചൊക്കെ ഹേസിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിച്ചതിന് ശേഷം നല്ല ഉറക്കം വന്നപ്പോൾ ഞാൻ ഫീഡ് ചെയ്തിട്ട് ഉറക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഉറങ്ങുമല്ലോ എന്ന് വിചാരിച്ചിട്ട്, രാവിലെ എഴുന്നേറ്റതല്ലേ, അതുകൊണ്ട് എന്തായാലും കുറച്ച് നേരം ഉറങ്ങും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് കിച്ചണിലേക്ക് വന്നു. ഉച്ചയ്ക്കുള്ള പണി കൂടി തീർക്കാമെന്ന് വിചാരിച്ചേ.
അപ്പോൾ ദേ അരിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ പയറെടുത്തിട്ട് കഴുകിയിട്ട് ഞാൻ കുക്കറിലിട്ടിട്ടുണ്ട്. ഇന്ന് പയർ തോരനും വെക്കാം, ഇതൊരു മെഴുക്കുരട്ടി പോലെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അരിയൊക്കെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കാരണം എത്ര കഴുകിയാലും ആ ഒരു റോസ് കളറ് അതിൽ നിന്ന് ഇളകിക്കൊണ്ടേയിരിക്കും. മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കളർ പോലെ ഇളകുന്നുണ്ടായിരുന്നുള്ളൂ. എന്തോ ഒരു എണ്ണമയം പോലെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ചെറിയ ചൂടുവെള്ളത്തിൽ വെച്ചിരിക്കുവേ. ക്യാരറ്റും ബീട്രൂട്ടും ഉള്ളിയും കൂടി അരിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അത് മെഴുക്കുരട്ടിയാക്കി. സത്യം പറഞ്ഞാൽ ട്രൈപോഡ് വെക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. പെട്ടെന്ന് ഹീസുട്ടൻ ഉണന്നാലോ എന്ന് കരുതിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ മെഴുക്കുരട്ടി ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പുറത്ത് പയർ ഞാൻ വെള്ളത്തിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. പക്ഷേ അങ്ങനെ വെച്ചാലും വേകുന്നത് കൊണ്ട് നമ്മുടെ നാട്ടിലത്തെ പോലെ ഒരുപാട് അങ്ങനെ വലിയ ഡ്രൈ ആയിട്ടല്ല തോന്നുന്നു കിട്ടുന്നത്. അതുകൊണ്ടായിരിക്കും ഇവിടെ കുക്കറിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടുക. ഇന്ന് സംഭവിച്ച വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കറക്റ്റ് വെള്ളമായിരുന്നേ. ചക്ക വീണു മുയൽ ചെത്തു എന്ന് പറഞ്ഞ പോലെ ചില ദിവസങ്ങളിൽ ഇങ്ങനെ കറക്റ്റ് വെള്ളമായിട്ട് കിട്ടും. ഇന്ന് എന്തായാലും കറക്റ്റ് വേവുമായിരുന്നു, വെള്ളവും കറക്റ്റായിരുന്നേ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ പറ്റാറുണ്ട് ഗൈസ്. അപ്പോൾ അതിനുശേഷം ഞാൻ തോരനാക്കിയിട്ടുണ്ടായിരുന്നേ. കടുകൊന്നും താളിച്ചില്ല, കാരണം നമ്മുടെ അടുപ്പൊക്കെ പ്രശ്നമാവുന്നത് കൊണ്ടും കുറച്ചുകൂടി ഹെൽത്തി ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. സംഭവം വയ്യാത്തത് കൊണ്ടാണ് ഗൈസ്, സത്യം പറയാമല്ലോ. അപ്പോൾ എന്തായാലും മെഴുക്കുരട്ടിക്ക് എന്തായാലും നമ്മൾ ഓയിലും കടുകൊക്കെ വറുത്തതല്ലേ, അതുകൊണ്ട് ഇതിന് വേണ്ടാന്ന് കരുതിയിട്ട് എന്തായാലും പയർ പെട്ടെന്ന് തന്നെ അതിന് മുളകും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് ജീരകവും കൂടി ഇട്ട് അരപ്പുണ്ടാക്കിയതിന് ശേഷം അതിലേക്കിട്ട് അങ്ങനെ തോരനും മെഴുക്കുരട്ടി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഞാൻ കുക്കറിലേക്ക് അരി കൂടിയിട്ടിട്ട് അതും കൂടി റെഡിയാക്കി. അതിനുശേഷം ഹേസുട്ടൻ എഴുന്നേറ്റ് എന്തായാലും ഇത്രയും ചെയ്യാൻ പറ്റിയില്ലെന്ന് വിചാരിച്ചു. എണീറ്റപ്പോൾ തന്നെ നല്ല കരച്ചിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് മൂഡ് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോയി. അങ്ങനെ കുറച്ച് നേരമൊക്കെ കളിപ്പിച്ചതിന് ശേഷവും മൂഡ് അങ്ങോട്ടും ഓക്കെ ആവാത്തത് കൊണ്ട് ഞാൻ കുറച്ച് നേരം അവൻ്റെ കൂടെ തന്നെ ഇരുന്നേ. കാരണം എഴുന്നേറ്റതിൻ്റെ ആ ഒരു ചടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചോറ് കൊടുക്കാമെന്ന്. ഇനിയിപ്പോൾ മീൻകറിയൊക്കെ വെച്ചതിന് ശേഷം കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ നേരം ലേറ്റ് ആവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ചോറ് കൊടുത്തിട്ട് കുളിപ്പിച്ചിട്ട് ഉറക്കാമെന്ന്. അങ്ങനെയാകുമ്പോൾ നന്നായിട്ട് കിടന്നുറങ്ങുകയെ. ആ സമയത്ത് എനിക്ക് എഡിറ്റ് ചെയ്യാമല്ലോ. അതിനുശേഷം മീൻകറിയും വെക്കാൻ ടൈം കിട്ടുമെന്ന് വിചാരിച്ച് ചോറും കൊടുത്തിട്ട് കിടത്തി ഉറക്കാമെന്ന് വിചാരിച്ച് കുളിപ്പിച്ചിട്ട് 3 വിസിൽ കേൾക്കുന്ന സമയത്ത് ചോറ് എന്തായാലും പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടി. കുക്കറിൽ ഇപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ വെക്കാൻ പഠിച്ചിട്ടുണ്ടേ. മറ്റേത് എനിക്ക് എത്ര വെച്ച് കഴിഞ്ഞാലും അങ്ങോട്ട് ഓക്കെ ആവും. മീൻകറി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിലും ഇതുവരെ മീനെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. അങ്ങനെ ഒരു അബദ്ധം പറ്റി. പിന്നെ ഹേസുട്ടന് ചോറ് കൊടുക്കുന്ന ആ ഒരു ടൈമിലാണ് ഓർത്തത്. പെട്ടെന്ന് തന്നെ എടുത്ത് ചട്ടിയിലിട്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത വെള്ളം പിന്നെ നല്ല ചൂടുള്ളത് കൊണ്ട് ക്ലൈമറ്റിനനുസരിച്ചിട്ട് പൈപ്പിൽ വരുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. അപ്പോൾ ചട്ടിയിൽ എടുത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ടതിന് ശേഷം ഹേസുട്ടന് ചോറ് കൊടുക്കാനായിട്ട് വന്നേ. അവന് ചോറ് കൊടുത്ത് കഴിയുന്ന സമയം കൊണ്ട് ഐസൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് ചൂടല്ലേ ഇവിടെ, ഐസൊക്കെ നന്നായിട്ട് ഉരുവിയിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഹേസുട്ടന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറും ബീട്രൂട്ട് മെഴുക്കുരട്ടിയും പയർ തോരനും കുറച്ച് ലബാനും കൂടെ ആയിട്ട്, അതായത് തൈര് കേട്ടോ. തൈര് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല കട്ടായി പോയായിരുന്നേ. പിന്നെ ചൂട് ചോറായതുകൊണ്ട് അതിൻ്റെ കൂടെ അങ്ങ് ബാലൻസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഹേസുട്ടന് എങ്ങനെയെങ്കിലുമൊക്കെ ചോറ് കൊടുത്തേ. ഭാഗ്യത്തിന് ആ ഒരു സമയത്ത് എൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയി ഗൈസ്. രാവിലെ ചാർജിലിടാനായിട്ട് മറന്നുപോയി. ഇന്നലെ രാത്രിയിലും എഡിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് രാവിലെ അതേപോലെ എടുത്തുകൊണ്ടങ്ങ് വന്ന്. അപ്പോൾ ഇത്രയും നേരം നിന്നത് തന്നെ ഭാഗ്യം. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. അങ്ങനെ ചോറൊക്കെ കൊടുത്തു. അതിനുശേഷം ഞാൻ മീൻകറിക്ക് വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും തക്കാളിയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. ഇത് ചൂരയാണ് കേട്ടോ. ചൂര ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടുന്നതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ വയറ്റിന് പിടിക്കില്ല. ഹേസുട്ടനും കൊടുക്കുന്നതല്ലേ. ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഉലുവ പൊട്ടിച്ചതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് അരച്ചു കേട്ടോ. മിക്സിയിലിട്ടൊന്ന് അരച്ചു. ജസ്റ്റ് ഒന്ന് എന്താണ് ഇടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചതച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം പെട്ടെന്നുള്ള പരിപാടിയായിരുന്നേ. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു മീൻകറിയാണ്. ഞാൻ ടൈമില്ലാത്ത സമയത്ത് ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അരച്ച് വെക്കുന്നതിനേക്കാളും തേങ്ങ അരച്ച് വെക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ വറുത്തരച്ച് വെക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഇതിന്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു നെല്ലിക്ക വലുപ്പമുള്ള പുളിയും കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം അത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് ആവശ്യത്തിന് വേണ്ട വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മൂടി വയ്ക്കുക. തിള വന്നു കഴിഞ്ഞാൽ മീൻ ചേർത്ത് കൊടുക്കുക. ആ സമയം കൊണ്ട് ഞാൻ ഹീസുട്ടിന് ഓടി വന്ന് എണ്ണ തേക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. എണ്ണ തേക്കാനായിട്ട് നിൽക്കത്തേ ഇല്ല. ഞാൻ ഫോണും കൊണ്ട് എണ്ണയും കൊണ്ട് അവൻ്റെ പിറകെ ഓട്ടായിരുന്നേ.
ഭയങ്കര മടിയാണ് എണ്ണ തേക്കാൻ വേണ്ടിയിട്ട്. ചില ദിവസങ്ങളിൽ നിന്ന് തരും, പക്ഷേ ദേഹത്ത് തേക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് എന്താണോ എന്തോ മുടിയൊക്കെ വല്ലാണ്ട് വളർന്നു വന്നിട്ടുണ്ട്. ഒന്ന് വെട്ടണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്ന് വെട്ടിക്കൊടുക്കണം. അങ്ങനെ ഹേസുട്ടന് തലയിൽ എണ്ണയൊക്കെ തേച്ചതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് നമ്മുടെ മീൻകറിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് മൂടി വെച്ചിട്ട് തീ ഓഫ് ചെയ്തു കേട്ടോ. ഒരുപാട് വറ്റി പോകണ്ട എന്ന് കരുതിയിട്ട്. ഇക്കാക്കാണെന്നുണ്ടെങ്കിൽ കറി വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കറിയോടുകൂടി ഇരിക്കട്ടെ. ഇന്നല്ല കേട്ടോ ഈ ഒരു മീൻകറി ടേസ്റ്റ്, നാളെയാണ് കേട്ടോ. എപ്പോഴും ടേസ്റ്റ് ഉണ്ട്, എങ്കിലും ഇന്ന് വെച്ചിട്ട് നാളെ കഴിക്കുന്ന മീൻകറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ ഹേസുട്ടന് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂടാണ്. പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ പൊള്ളിപ്പോകും കേട്ടോ. അതുകൊണ്ട് കുറച്ച് നേരം പാത്രത്തിൽ വെള്ളം പിടിച്ച് വെച്ചതിന് ശേഷം ഹേസുട്ടനെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ തല തോർത്താനായിട്ട് സമ്മതിക്കുകയില്ല. ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഞാൻ ടേബിളിൻ്റെ പുറത്ത് നിർത്തിയ സമയത്ത് അവിടെ നിന്ന് ഭയങ്കര കളിയൊക്കെ ആയിരുന്നേ. അതിനുശേഷം ഞാൻ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്ന് തലയൊക്കെ തോർത്താൻ ഇതേപോലെയാണ്, ഭയങ്കരമായിട്ട് കരച്ചിലാണ്. അങ്ങനെ ഹേസുട്ടനെ കുളിപ്പിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കൊടുത്ത് ഒന്ന് റെഡിയാക്കി അവിടെ എത്തിയപ്പോഴേക്കാണ് എനിക്കൊന്ന് സമാധാനമായത്. അതിനുശേഷം ഞാൻ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നേ. TV ഇട്ട് കൊടുത്ത്, എങ്കിലും ഇടയ്ക്കിടയ്ക്ക് വന്ന് കതവിൽ തട്ടക്കും കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. കുളിച്ചതിന് ശേഷം എന്നെ കണ്ടപ്പോൾ ആൾ ഹാപ്പിയായി. TV ഇട്ട് കൊടുത്താലും ഞാൻ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓടി വന്ന് ഈ ഒരു റൂമിലിരിക്കുക, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് അടിച്ചിട്ട് തുറക്കാൻ വേണ്ടിയിട്ട് കരയും. അങ്ങനെയൊക്കെയാണ് ഗൈസ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ കുളിച്ചതിന് ശേഷം ഞാൻ ഇറങ്ങി നമസ്കരിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേ. നമസ്കരിക്കാനായിട്ട് അപ്പുറത്തെ റൂമിൽ നിന്ന് നമസ്കരിച്ച് കഴിഞ്ഞാൽ കിളി പറക്കുന്ന ചൂടാണ് അപ്പുറത്ത്. ഇവിടെ വലിയ ചൂടില്ലാത്തത് കൊണ്ട് ഇവിടെ നിന്ന് നമസ്കരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുസല്ലയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. നമസ്കരിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. അവിടെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് ഓരോന്ന് കാണിച്ചിട്ട് എന്നെ ചിരിപ്പിക്കാനായിട്ട് ഓരോ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അലച്ചുകൊണ്ടൊക്കെ നിൽക്കും. ഇതൊക്കെ കാണിക്കുന്നത് നമസ്കാരം തീരുന്നത് വരെയാണ് കേട്ടോ. അതൊക്കെ തീർന്നു കഴിഞ്ഞാൽ എല്ലാം മാറുമേ. പിന്നെ ആൾ ഭയങ്കര ഡീസൻ്റ് ആവും. നമസ്കരിക്കുന്നത് വരെ ഭയങ്കര ഫ്രണ്ടിൽ നിന്ന് ഭയങ്കര കോപ്രായങ്ങൾ കാണിക്കുവാണ്. നമസ്കരിച്ചതിന് ശേഷം പിന്നെ നല്ല കുട്ടിയാണ്, പിന്നെ മിണ്ടാതെയൊക്കെ ഇരുന്നോളും. അതുവരെ ചുമ്മാ കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹേസുട്ടനും കൂടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിച്ചു. അതിൻ്റെ ഇടയിൽ കുളിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹം കേട്ടോ. ഇത്രയും നേരം വിയർത്തൊക്കെ ഇരുന്നതുകൊണ്ടായിരിക്കും. കുളിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങനെ എനിക്ക് ഒരുപാട് ഉമ്മയൊക്കെ തന്നു. കണ്ടില്ലേ, പിടിച്ചൊക്കെ വെച്ചിട്ട് ഉമ്മ വന്നിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഞാൻ കുറച്ച് നേരം ഇടിച്ചൊക്കെ കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല മീൻകറി ആയിരുന്നേ. അങ്ങനെ ഞാൻ മൂവിയൊക്കെ കണ്ടിട്ട് ചോറൊക്കെ കഴിക്കാണ്ട് ചോറ് കഴിച്ചപ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. ഞാൻ നല്ല ലേറ്റ് ആയിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഹേസുട്ടൻ നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഞാൻ ഫുഡും കഴിച്ചതിന് ശേഷം നേരെ ഇപ്പുറത്തെ റൂമിൽ വന്ന് AC ഇട്ടിട്ട് അവിടെ ഇരുന്നിട്ടാണ് വോയിസ് ഓവർ ചെയ്തത്. അല്ലാതെ ബെഡ്റൂമിലിരുന്ന് നമ്മളെ ബെഡ്റൂമിലിരുന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ ഹേസുട്ടൻ എഴുന്നേക്കും. അതറിയാവുന്നതുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ റൂമിൽ വന്നിട്ടാണ് ചെയ്തത്. അങ്ങനെ വോയിസ് ഓവറൊക്കെ ചെയ്തിട്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുന്നതും ഇരുട്ടുന്നതും അറിയുന്നേ ഇല്ല, അത്ര പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇക്ക വന്നിട്ടുണ്ടായിരുന്നേ. ഇക്ക വന്നതിന് ശേഷം സൗണ്ട് കേട്ടിട്ട് അപ്പം തന്നെ ഹേസുട്ട എഴുന്നേറ്റു. അപ്പോൾ ഞാൻ ചായക്കൊക്കെ വെച്ചിട്ട് സ്നാക്സ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൂവിയൊക്കെ കണ്ടിട്ട് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ റൂമിൽ വന്നിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഹാളിൽ AC വർക്കാവുന്നില്ല ഗൈസ്. കാരണം ഞാൻ പറഞ്ഞില്ല, അമ്മാതിരി ചൂടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ AC കൂടി വർക്കാവുന്നില്ല. അപ്പോൾ ഹാളിലിരിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ നേരെ തന്നെ റൂമിൽ വന്നിട്ടിരുന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നിട്ട് ഹാളിൽ TV നോക്കുന്നുണ്ടായിരുന്നേ. ഹേസുട്ടൻ അതിൻ്റെ ഇടയിൽ ഈ ഒരു ഡ്രോയർ തുറന്നിട്ട് അതിനകത്ത് ഇരുന്നിട്ട് ഇക്കയുടെ സോക്സും എല്ലാ സാധനവും എടുത്ത് പുറത്തിട്ടിട്ടുണ്ടായിരുന്നേ. ഇങ്ങനെ വലിച്ചു വാരി ഇടുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ദേഷ്യം വരുവേ. പിന്നെ ലാസ്റ്റ് ഒതുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കണ്ണടച്ചു. അതിനുശേഷം ഞാൻ നമസ്കരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നമസ്കരിക്കാൻ പോയപ്പോൾ ഹേസുട്ടൻ ഹാപ്പിയൊക്കെ ഇട്ടതിന് ശേഷം ഡയപ്പറൊക്കെ മാറ്റി വേറെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്ക ചോറ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇക്കാക്ക് ഞാനങ്ങനെ മുട്ടയൊക്കെ പൊരിച്ചിട്ട് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. മുളക് കറി ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് ചോറും മുട്ട പൊരിച്ചതും മാത്രം മതിയെ, ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ രാത്രിയാണെന്നുണ്ടെങ്കിൽ അവിയലോ അല്ലെങ്കിൽ തോരനോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ട് ഇഷ്ടമല്ലേ. അപ്പോൾ രാത്രിയിൽ ഇതേപോലെ മീൻകറി മുളകിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുട്ട പൊരിച്ചത് മതി എന്ന് പറയും.
അങ്ങനെ മുട്ട പൊരിച്ച് ചോറൊക്കെ കൊടുത്തതിന് ശേഷം മിക്ക കഴിച്ച സമയത്ത് ഞാൻ കിച്ചണിൽ വന്ന് നമുക്കുള്ള ദോശ കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ഹേസുട്ടനും ഞാനും ദോശയാണ് രാത്രി കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് വലിയ ദോശയും ഹേസുട്ടന് കുട്ടി ദോശയായിട്ട് ഇക്ക കഴിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഹേസുട്ടന് ദോശയും ഓംലെറ്റും ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ആ സമയം കൊണ്ട് ഞാൻ കിച്ചൺ ഒതുക്കിയിട്ടുണ്ടായിരുന്നേ. പാത്രങ്ങളൊക്കെ കഴിയുന്നതിന് ശേഷം മീൻ കറി കൂടി തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നാളത്തേക്ക് വേണ്ടിയിട്ടും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചല്ലേ എടുക്കുള്ളൂ, അപ്പോൾ പാതി ഉണ്ടാവും. അപ്പോൾ നാളത്തേക്ക് ഈ മീൻ കറി തന്നെ എടുക്കാം. അതിനുശേഷം ബാക്കി ഉണ്ടായിരുന്ന തോരനും കാര്യങ്ങളൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് കിച്ചൺ ഒതുക്കിയിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഞാൻ ഹേസുട്ടനും ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തൊക്കെ നാളെ ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് അതേപോലെ തുണി കഴുകാൻ മെഷീൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഡ്രൈ ചെയ്യാനും കൂടെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഡ്രൈ ആക്കിയതിന് ശേഷം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഡ്രസ്സൊക്കെ എടുത്തിട്ട് അതൊക്കെ ഒന്ന് ആങ്കറിലൊക്കെ ഇട്ട് അങ്ങനെ അതിന് പണിയുണ്ടായിരുന്നു. അതിനുശേഷം ഡ്രൈ ആക്കിയിട്ടുള്ള തുണി വിരിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ വിരിച്ച് കഴിഞ്ഞാൽ രാവിലെ എന്തായാലും ഉണങ്ങിക്കിടക്കും. അങ്ങനെ ആ ഒരു പണിയും കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉറങ്ങാനായിട്ട് വന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡേ ഇൻ അവർ ലൈഫ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വ്ളോഗായിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും ബൈ.